and continues to comply with the notice, he shall not be arrested in respect of offence reference to the notice unless the reason to be recorded the police officer is the opinion that he ought to be arrested. അവൻ കോടതി ഹാജരായി, വക്കീലില്ല, എനിക്ക് സമയം വേണം, ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റ് വേണമെങ്കിൽ അയാൾക്ക് സമയം കൊടുക്കാം. അപ്പൊ പോലീസിന്റെ വക്കീൽ വാദിക്കുകയാണ്, അവനെ ഇനി വിട്ടാ പറ്റത്തില്ല, ഇന്ന കേസുകളിലും കൂടെ പ്രതിയാണ്, അവൻ എന്ത് ചെയ്യണം, കസ്റ്റഡിയിൽ എടുക്കണം, പോലീസ് കസ്റ്റഡി വേണം എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കുക. കൊടുക്കാത്ത സാഹചര്യത്തിൽ അവനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. മനസ്സിലായോ? അപ്പം ഒരു നോട്ടീസ് കിട്ടി, മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി, ജാമ്യം എടുത്തിട്ടില്ല, വക്കീലും ഇല്ല എന്ന് വെച്ചു. അയാൾ പറയുന്നു ഞാൻ അടുത്ത അവധിക്ക് വന്നുകൊള്ളാം. അപ്പൊ പോലീസിന്റെ വക്കീൽ പറയുന്നു അത് പറ്റില്ല, ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് അവൻ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്, ഈ കേസ് വഴി കടന്നു പോകും, അതുകൊണ്ട് അയാളെ ഒന്നുകിൽ അയാളെ ജാമ്യത്തിലെടുക്കണം അല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. ആ സാഹചര്യത്തിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ കൂടി അയാൾ എന്ത് ചെയ്യാം, കസ്റ്റഡിയിൽ എടുക്കാം. ആ സെന്റൻസ് നോക്കിയേ, വെദർ സച്ച് എ പേഴ്സൺ കണ്ടിന്യൂ ദ കംപ്ലൈ വിത്ത് ദ നോട്ടീസ് he shall not be arrested in respect of the offense reference in the notice unless കണ്ടോ, unless for reason to be recorded the police officer is of the opinion that he ought to be arrested. അറസ്റ്റ് ചെയ്യേണ്ടതില്ല, ഇയാൾ കയറി ബലം പിടിച്ചാൽ അറസ്റ്റ് ചെയ്യും. അടുത്തത് 6, whether such a person at any time fail to comply with the terms of the notice or is unwilling to identify himself, the police officer may, subject to the such order, may have been passed any competent court in his behalf, arrest him for the offense mentioned in the notice. അപ്പൊ നോട്ടീസ് കൊടുത്തു, അയാൾ നോട്ടീസ് അനുസരിച്ച് വരുന്നില്ല, നോട്ടീസിന്റെ ടേംസ് അനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നില്ല, അയാൾ അഡ്രസ്സ് കൊടുക്കാൻ, പോലീസുകാരന് അഡ്രസ്സ് കൊടുക്കാൻ അയാൾ തയ്യാറല്ല എങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്ത് അയാളെ കോടതി ഹാജരാക്കാവുന്നതാണ്. മനസ്സിലായോ? അറസ്റ്റ് ചെയ്യേണ്ട ഒഫൻസ് അയാൾ ചെയ്തിട്ടില്ല, അയാൾക്ക് FIR ഇട്ടിട്ട് നോട്ടീസ് കൊടുത്തു, നോട്ടീസ് പ്രകാരം പ്രവർത്തിക്കണമെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു, പ്രവർത്തിക്കുന്നില്ല. അപ്പൊ പോലീസ് വീണ്ടും പോയിട്ട് പറഞ്ഞ ശരി ID കാണട്ടെ, ID കൊടുക്കുന്നില്ല, നോട്ടീസിന്റെ നിർദ്ദേശം പാലിക്കുന്നില്ല, ID കൊടുക്കുന്നില്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞേ, നോ അറസ്റ്റ് ഷാൽ ബി മെയ്ഡ് വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഓഫ് ദി ഓഫീസർ. എന്ത് പറഞ്ഞു? 7, നോ അറസ്റ്റ് ഷാൽ ബി മെയ്ഡ് വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഓഫ് ദി ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് in case an offense which is punishable for not less than 3 years, such a person infirm or above 60 years of age. അയാൾക്ക് ഇൻഫോമിറ്റി ഉണ്ട്, അതാണ് തലകറങ്ങി വീഴുമ്പം പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടിടുന്നത്, മന്ത്രിമാരൊക്കെ തലകറങ്ങി വീഴത്തിൽ. അല്ലെങ്കിൽ അയാളും 60 വയസ്സിന് മുകളിലാണെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നിർദ്ദേശമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടും. അതുകൊണ്ടാണ് 60 വയസ്സിന് കൂടുതലുള്ളവരൊക്കെ എന്തെങ്കിലും ഒഫൻസ് ചെയ്യുവാണെങ്കിൽ കൂർമ്മബുദ്ധിയുള്ള വക്കീലന്മാർ പറഞ്ഞ ഞാനായിട്ട് ധൈര്യമായിട്ടിരുന്നുള്ളത്. അല്ലെങ്കിൽ ഇൻഫേം എന്ന് പറഞ്ഞാൽ ശാരീരികമായ അവശതയുള്ള ഹാർട്ട് പേഷ്യന്റ് ആണ്, കണ്ടിട്ടില്ലേ, ഹാർട്ട് പേഷ്യന്റ് ആണ്. No arrest shall be made without prior permission of the officer not below the rank of deputy superintendent of police in case the offense which is punishable for less than 3 years. അവിടെ ക്ലോസ് ഉണ്ട്, എല്ലാത്തിനും ഇല്ല, 3 years. And such a person is infirm or above 60 years of age. മനസ്സിലായോ?